ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ ഡാൻസ്ലീം, PRS ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് HOD ആണ്. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വരണ്ട ചുമയും സാധാരണ ചുമയും തമ്മിൽ തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന്. കാരണം നമുക്കറിയാം, കൊറോണ വൈറസിന്റെ പ്രാഥമിക ലക്ഷണമായി കരുതുന്നത് വരണ്ട ചുമയാണ്. അത് കൂടാതെ തന്നെ അലർജികൾ അല്ലെങ്കിൽ സൈനസൈറ്റിസ്, ആസ്മ, ഇതിലെല്ലാം നമുക്ക് അല്ലെങ്കിൽ പുകയും പൊടിയും ഒക്കെ വരുന്നവരെല്ലാം നമുക്ക് വരണ്ട ചുമ ഉണ്ടാവും. ഇതെങ്ങനെ നമ്മൾ തിരിച്ചറിയാം? അതുപോലെ തന്നെ ഇതിന്റെ അപകട സാധ്യതകൾ, അതായത് ചുമയുള്ളപ്പോൾ എപ്പോഴാണ് നമ്മൾ അപകട സാധ്യതകൾ, ഏതാണ് അപകട സാധ്യതകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ ബോർഡ് തയ്യാറാക്കിയിട്ടുണ്ട്. വാർണിംഗ് സിംറ്റംസും അതുപോലെ വാർണിംഗ് സൈൻസും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ചുമ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം, വരണ്ട ചുമയും മറ്റു ചുമയും. ആദ്യമേ പറയുകയാണെങ്കിൽ, നമ്മൾ ചുമയെ രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒന്ന് അക്യൂട്ട് ആൻഡ് ക്രോണിക് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ആദ്യത്തെ 8 ആഴ്ചക്കകത്ത് ചുമ മാറുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അക്യൂട്ട് കഫ് എന്നാണ് വിളിക്കുന്നത്. 8 ആഴ്ചയിൽ കൂടുതലാണ് നമ്മുടെ ചുമ നിൽക്കുന്നെങ്കിൽ അതിനെ നമ്മൾ ക്രോണിക് കഫ് എന്ന് വിളിക്കും. ഇനി രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത്, ഇതിന് വേറൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡ്രൈയും പ്രൊഡക്റ്റീവും. ഡ്രൈ എന്ന് പറയുമ്പോൾ വരണ്ട ചുമ, പ്രൊഡക്റ്റീവ് എന്ന് പറയുമ്പോൾ കഫമുള്ള ചുമ. അപ്പൊ പല ആളുകളും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഈ കോവിഡ് ലക്ഷണമായി പറയുന്ന വരണ്ട ചുമയാണ്, എങ്ങനെ അറിയാം വരണ്ട ചുമ? നമുക്ക് തൊണ്ടയിലുള്ള ചൊറിച്ചിലല്ല വരണ്ട ചുമ. ചുമ എന്ന് പറയുമ്പോൾ എന്നുള്ള ചുമ പുറത്തോട്ട് സൗണ്ട് വരണം, അതാണ് ചുമ. അങ്ങനെ ചുമയ്ക്കുമ്പോൾ നമ്മുടെ ലങ്സിന് പുറത്തു വരുന്നില്ലെങ്കിൽ, കഫം പുറത്തോട്ട് വരുന്നില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ വരണ്ട ചുമ എന്ന് വിളിക്കുന്നത്. അപ്പം ചുമയ്ക്കുന്ന സമയത്ത് കഫം വരുന്നില്ല, അല്ലെങ്കിൽ ഒരു കട്ടിയായിട്ടൊന്നും വരുന്നില്ല, ബ്ലഡ് വരുന്നില്ല, ഒന്നും വരുന്നില്ല, പുറത്തോട്ട് ഒന്നും വരാത്ത സമയത്താണ് അതിനെ നമ്മൾ വരണ്ട ചുമ എന്ന് വിളിക്കുന്നത്. നമ്മുടെ കോവിഡിന്റെ പ്രധാന ലക്ഷണത്തിൽ ഒരെണ്ണമാണ് വരണ്ട ചുമ. നിങ്ങൾ വ്യക്തമായി അറിഞ്ഞിരിക്കുക എന്താണ് വരണ്ട ചുമ, എന്താണ് നോർമൽ ആയിട്ടുള്ള കഫമുള്ള ചുമ എന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഞാൻ ഇതിന്റെ കാരണങ്ങൾ, ഞാൻ പറഞ്ഞു പല കാരണങ്ങൾ, കോവിഡ് അല്ലാത്ത കാരണങ്ങളും ഉണ്ട്. നമുക്കത് എങ്ങനെ ചുമയിൽ നിന്ന് തിരിച്ചറിയാം. അപ്പൊ ആദ്യമായിട്ടൊരു ഫോട്ടോയിലോട്ട് വരാം. ആ ഫോട്ടോയ്ക്കകത്ത് നമ്മൾ ലങ്സിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പാർട്ട്, ആദ്യത്തെ പാർട്ടിനാണ് നമ്മൾ അപ്പർ എയർവേ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ടോൺസിൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്, ലാരിങ്സ് ഉണ്ട്, ഫാരിങ്സ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ഫാരിഞ്ചൈറ്റിസ് എന്നൊക്കെ പറയുന്നത്. നമുക്ക് സാധാരണ ഉണ്ടാകുന്ന ജലദോഷ പനികളെല്ലാം ഇവിടെയാണ് വരുന്നത്. ഇത് ആദ്യത്തെ പാർട്ട്. കുറച്ചുകൂടെ കഴിഞ്ഞ് ഇതിന് അപ്പർ എയർവേ എന്ന് വിളിക്കാം. കുറച്ചുകൂടെ താഴെ മീഡിയം എയർവേ, ഈ ഭാഗത്താണ് നമുക്ക് എന്ത് വരുന്നത്, പ്രത്യേകിച്ചും ആസ്മ പോലുള്ള അസുഖങ്ങളൊക്കെ വരുന്നത് ഈ ഭാഗത്താണ്. ആസ്മ, അങ്ങനെ മീഡിയം എയർവേ എന്ന് പറയും ഈ ഭാഗത്തായിട്ട്. അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടെ താഴോട്ട് വരുന്നതാണ് നമുക്ക് സ്മോളർ എയർവേ. സ്മോളർ എയർവേ എന്ന് പറയുമ്പോൾ COPD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ് ഒക്കെ, ലങ്സിനുള്ള കൺസ്ട്രിക്ഷൻസ് ഒക്കെ വരുന്ന ഈ ഭാഗത്താണ് സ്മോളർ എയർവേ എന്ന് പറയും. അതിനും കഴിഞ്ഞതിന് ശേഷം ലങ്ങിന്റെ അറകളിൽ വരുന്ന അസുഖമാണ് ന്യൂമോണിയ. അത് കാണുന്നത് ആൽവിയോളെ, ശ്വസന അറകളിലാണ് അസുഖം. അപ്പൊ ഈ 4 ഇൻഫെക്ഷൻ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ചുമ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ 4 ഏതാണെന്ന് തിരിച്ചറിയാനുള്ള ടെക്നിക്കാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നമുക്ക് അതിലോട്ട് വരാം. അപ്പൊ ഞാൻ പറയാൻ പോവാണ്, ഈ 4 ചുമയും നമുക്ക് ചുമച്ചുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് മനസ്സിലാക്കാം. ഇപ്പൊ ബോർഡിലോട്ട് വരാം. ഈ ബോഡി പറഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. അപ്പർ എയർവേ. അപ്പർ എയർവേ എന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ പറഞ്ഞു ആദ്യം, അതായത് നമുക്ക് ഫോറിൻ ബോഡി, നമ്മുടെ കുഞ്ഞൊരു കൊച്ചുകുട്ടിയുടെ തൊണ്ടയിൽ ഒരു കോയിൻ വിടുകയാണ്, അല്ലെങ്കിൽ കൊച്ചുകുട്ടി കഴിച്ചുകൊണ്ടിരുന്നപ്പം ഒരു ചിക്കന്റെ പീസ് തൊണ്ടയിൽ കുടുങ്ങുക, അപ്പോൾ ഉണ്ടാവുന്ന ഒരു ഫോറിൻ ബോഡിയാണ് അല്ലെ, എന്തോ ഒരു അന്യ പദാർത്ഥം നമ്മുടെ തൊണ്ടയിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ വരുന്ന ചുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒറ്റ ചുമയായിരിക്കും. ഒരു ഡീപ്പായിട്ടൊരു ശ്വാസം എടുക്കും, അതിനുശേഷം ഒരു സിംഗിൾ കഫ് ആയിരിക്കും. ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ് ഒന്നുകൂടെ പറയാം. ഒരു നല്ലവണ്ണം ശ്വാസം എടുക്കും, ഒറ്റ ചുമ മാത്രം. അതാണ് നമ്മൾ അപ്പർ എയർവേക്കകത്ത്, അതായത് ആദ്യത്തെ ഭാഗങ്ങളിലാണ്, ട്രക്കയുടെ ഭാഗത്തൊക്കെയാണ് ഒരു ഒബ്സ്ട്രക്ഷൻ വരുന്നെങ്കിൽ അത് ഒറ്റ ചുമയായിരിക്കും. അത് വളരെ ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്തതിനു ശേഷമുള്ള ചുമയായിരിക്കും. അടുത്ത പറയുവാണെങ്കിൽ മീഡിയം എയർവേ. മീഡിയം എയർവേ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ആസ്മ പോലുള്ള അസുഖങ്ങളാണ് മീഡിയം എയർവേ വരുന്നത്. ഇവിടെ ആണെങ്കിൽ ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യും, വലിച്ചതിന് ശേഷം ഒരു 2-3 ചുമ, ആ നല്ലോണം ശ്വാസം എടുത്തതിന് ശേഷം ഒരു 2-3 ചുമ വലിച്ചുമയുന്നത് ആസ്മയുടെ ചുമയാണ്. വലിച്ചതിന് ശേഷം ഒന്ന് ചുമയ്ക്കുന്നതാണ് മീഡിയം എയർവേ, അല്ലെ ആസ്മയിൽ ഉണ്ടാവുന്ന ചുമ. അടുത്ത സ്മോളർ എയർവേ, അതായത് COPD, സ്ഥിരമായി ചുമയുള്ള ആളുകളാണെങ്കിൽ അവിടെ നമ്മൾ ഡീപ്പ് ബ്രീത്ത് ഇല്ല, ഉണ്ടോ? ഡീപ്പ് ബ്രീത്ത് ഇല്ല, പക്ഷെ അവിടെ ചുമച്ചതിന് ശേഷം ഒരു വലിവ് പോലെ കാണും, ഒരു വലിവ് പോലെ കാണുന്നതാണ് സ്മോളർ എയർവേ. അപ്പം അതാണ് നമ്മുടെ COPD തരത്തിലുള്ള ചുമ. നമ്മളിപ്പോ അറിഞ്ഞിരിക്കേണ്ട എന്താണ്? ആൽവിയോളയിലുള്ള ചുമയാണ്. അതായത് കോവിഡ് ആണോ അല്ലയോ എന്നുള്ള തിരിച്ചറിയാനുള്ള ചുമയാണ് ആൽവിയോളയിൽ. അതെന്തായിരിക്കും? ഡീപ്പ് ഇൻഹേലേഷൻ ഒന്നുമില്ല, നമ്മൾ വലിച്ച് ശ്വാസമൊന്നും എടുക്കില്ല, ഇടക്കിടക്ക് ചുമ, അങ്ങനെ മാത്രം ചുമയുള്ളതാണ് എന്താണ് ആൽവിയോളയിലുള്ള ചുമ. അപ്പം ഈ തൊണ്ടയിലകത്ത് ചൊറിച്ചിലുണ്ടെങ്കിലും ഇതുപോലെ വരാം. അതുകൂടാതെ ആൽവിയോളയിൽ ഇത് വന്നാലും നമുക്ക് എന്ത് വരാം? ഈ റിപ്പീറ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ ചുമ വരാം.
അപ്പൊ ഈ 4 തമ്മിൽ നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ഇത് വെച്ച് നമുക്ക് പല അസുഖങ്ങളും തിരിച്ചറിയാൻ പറ്റും. അപ്പൊ അപ്പർ എയർവേ എന്തെങ്കിലും കോയിൻ കുടുങ്ങിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ഫോറിൻ ബോഡി തൊണ്ടയിൽ പോയാൽ ഒറ്റ ചുമ മാത്രമേ കാണുള്ളൂ. പക്ഷെ ഡീപ്പ് ആയിട്ടുള്ള ബ്രത്ത് എടുക്കും, നല്ലോണം ശ്വാസം വലിച്ചിട്ട് നമ്മൾ എല്ലാ ശക്തിയും എടുത്ത് പുറന്തള്ളാനായിട്ട് ശ്രമിക്കുകയാണ്. മീഡിയം എയർവേ, അതായത് ഞാൻ പറഞ്ഞ ആ ആസ്മ, ആദ്യത്തെ കുഴലുകൾ, ഫസ്റ്റ് ഫ്രണ്ടിലുള്ള മെയിൻ കുഴലുകളിലാണ് എന്തെങ്കിലും പ്രോബ്ലം എങ്കിൽ അവിടെ നമുക്ക് നല്ലവണ്ണം ശ്വാസം എടുത്തതിന് ശേഷം ചെറിയ 3 ചുമകൾ, അതൊക്കെയാണ് 3-4 ചുമകളൊക്കെ ഉണ്ടാകുന്നതാണ് ആസ്മ പോലുള്ള അസുഖങ്ങളുണ്ട്. കുറച്ചുകൂടെ സ്മോളർ എയർവേ ആണെങ്കിൽ COPD, കുറെ വർഷങ്ങളായിട്ടുള്ള പ്രോബ്ലം ഉള്ള ആളുകൾക്കാണെങ്കിൽ ചുമച്ചതിന് ശേഷം കുറെ നേരം ഒരു പോസ് കാണും, ഒരു വലിവ് പോലെ തോന്നും. പിന്നെ അടുത്തത് ആൽവിയോളയിലാണ് ഉണ്ടെങ്കിൽ ചെറിയ ചെറിയ ചുമയായിരിക്കും. അവിടെ നമുക്ക് എന്തില്ല, ഡീപ്പ് ഇൻഹലേഷൻ ഇല്ല, അതായത് ശ്വാസം വലിച്ച് എടുക്കുന്നില്ല. അപ്പൊ നമുക്ക് 4 എങ്ങനെയാണെന്നുള്ള ജസ്റ്റ് ഒന്ന് പറയാം. നമുക്ക് തൊണ്ടയിൽ ആണ് കുടുങ്ങുന്നതെങ്കിൽ നമ്മൾ ഒറ്റ ചുമ, അല്ലെങ്കിൽ അത് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും, വലിച്ചതിന് ശേഷം ഒറ്റ ചുമ, അതാണ് നമ്മുടെ തൊണ്ടയ്ക്കകത്ത് എന്തെങ്കിലും കുടുങ്ങിയാലുള്ള ചുമ. രണ്ടാമത്തത് മീഡിയം എയർവേ, ആസ്മ പോലുള്ള അസുഖങ്ങളാണെങ്കിൽ വലിക്കുകയും ചെയ്യും എന്നുള്ള ചുമച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ മീഡിയം എയർവേ എന്ന് പറയും, അതായത് ആസ്മ പോലുള്ള അസുഖങ്ങൾ. ഇനി COPD പോലുള്ള അസുഖങ്ങളിൽ വെറുതെ ഇരിക്കും പക്ഷെ ചുമയ്ക്കും. അങ്ങനെ കുറച്ചു നേരം കൂടി ഒരു പോസ് കാണും, ആ ഒരു ഗ്യാപ്പ് കാണും. അത് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അത് ആസ്മയാണോ അതോ COPD ആണോ എന്നറിയാം. ഇനി നമ്മൾ ന്യൂമോണിയ അല്ലെങ്കിൽ കോവിഡ് ഉണ്ടാക്കുന്ന അസുഖങ്ങളാണെങ്കിൽ നമ്മൾ ഡീപ്പായിട്ട് ഇൻഹേൽ ഒന്നും ചെയ്യത്തില്ല, ഇടയ്ക്കിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ചുമ വരുന്നതാണ് നമ്മൾ കോവിഡിന്റെ ചുമ. അതായത് ആൽവിയോളയ്ക്കകത്ത് എയർ നിറയുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചുമ വരുന്നത്. അല്ലെങ്കിൽ തൊണ്ടയിൽ ചൊറിച്ചിലുണ്ടെങ്കിലും വരാം. അപ്പൊ നമുക്ക് തൊണ്ടയുടെ ചൊറിച്ചിൽ എങ്ങനെ മാറ്റാം? ഞാൻ പറഞ്ഞു, ലോസഞ്ചസ് വേണമെങ്കിൽ സ്ട്രെപ്സിൽസ് പോലുള്ള മരുന്ന് വാങ്ങിച്ച് കഴിക്കാം, അത് ഇടയ്ക്കിടയ്ക്ക് നുണഞ്ഞുകൊണ്ടിരിക്കാം, ചൂടുവെള്ളം തൊണ്ടയിൽ കൊണ്ടുകൊണ്ടിരിക്കാം, വാമായിട്ടുള്ള ഫുഡ്, ചെറിയ ആഹാരം തന്നെ കഴിച്ചുകൊണ്ടിരിക്കാം. പിന്നെന്ത് ചെയ്യാം, നമുക്ക് ഞാൻ പറഞ്ഞു ചൂടുവെള്ളത്തിൽ കുറച്ച് തേൻ ഒഴിച്ചതിന് ശേഷം നമുക്ക് തൊണ്ടയിൽ കൊള്ളുകയും ചെറുതായിട്ട് കുടിക്കുകയും ചെയ്യാം. അപ്പൊ അതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അത് മാറിക്കിട്ടും. നമുക്ക് താഴോട്ടാണെങ്കിൽ, ചൊറിച്ചിലില്ലാത്ത തരത്തിലുള്ള ചുമയാണെങ്കിൽ നമ്മൾ ആവി പിടിച്ചുകൊണ്ടിരിക്കണം. എല്ലാ ഒരു 3 മണിക്കൂർ കൂടുമ്പോഴും ചെറിയ കഫങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ആവി പിടിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കോവിഡ് മാറിയാൽ പോലും ഒരു 6 മുതൽ 8 ആഴ്ച വരെയൊക്കെ ചുമ കാണും. അത് നോർമലാണ്, ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ധാരാളം വെള്ളം കുടിച്ച് ഈ പറഞ്ഞ പോലെ ചെയ്താൽ 8 ആഴ്ച കൊണ്ട് മാറിക്കോളും. ഒരു മരുന്നിന്റെ ആവശ്യമില്ല. ധാരാളം പേഷ്യന്റ് എനിക്കുണ്ട്, സ്ഥിരമായി എനിക്ക് എല്ലാ രാത്രിയും മെസ്സേജ് അയക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അവർ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, ആ ചുമ തന്നെ മാറിക്കോളും, 8 ആഴ്ച മതി, നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. എപ്പോഴാണ് നിങ്ങൾ പ്രശ്നമുണ്ട് അല്ലെ എപ്പോഴാണ് ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. അത് ഒരു വാർണിംഗ് സിംറ്റംസ് ആണ്, നിങ്ങൾ അറിഞ്ഞിരിക്കണം. എപ്പോഴാണ് അപകട സൂചന എന്ന് പറഞ്ഞാൽ, നമ്മൾ ചുമയ്ക്കുമ്പോൾ 3 തരത്തിലുള്ള ലക്ഷണം. ബ്ലഡ് വരുന്നുണ്ട്, പുറത്തോട്ട് ബ്ലഡ് വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, പേടിക്കേണ്ട ഒരു അവസ്ഥയാണ്. നമുക്ക് ഒത്തിരി പ്രാവശ്യം ചുമയ്ക്കുമ്പോൾ ഓരോ പ്രാവശ്യം ചുമയുടെ കൂടെ ബ്ലഡ് പുറത്തോട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മളത് പേടിക്കേണ്ട ഒരു തരത്തിൽ ചുമയാണ്. ഒരു 5 ദിവസം ചുമയുണ്ട് പക്ഷെ 1 കിലോ കുറയുവാണ്, വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു 10 ദിവസം കൊണ്ട് ഒരു 2 കിലോ 3 കിലോ കുറയുന്നു, അതും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഇതാണ്. പല തരത്തിലുള്ള അസുഖങ്ങൾ അങ്ങനെ ഉണ്ടാവാം, അത് ഞാൻ പറയുന്നില്ല. പിന്നെ പനി, ചുമയുടെ കൂടെ പനി ഒരാഴ്ചയിൽ കൂടുതൽ നിൽക്കുന്നുണ്ട്, ഇത്രയും നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്. ഇതുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും വീട്ടിലിരിക്കരുത്. ഞാൻ എല്ലാം വീട്ടിലിരിക്കാനാണ് പറയുന്നത്, പക്ഷെ ഇത് മാത്രം ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ വീട്ടിലിരിക്കരുത്, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സയൻസ് ആണ്. നിങ്ങൾക്ക് എങ്ങനെ വീട്ടിൽ നിന്ന് തിരിച്ചറിയാം നിങ്ങളുടെ ലങ്സ് പ്രോബ്ലം ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ അപകട സൂചന എന്തെങ്കിലും എങ്ങനെ തിരിച്ചറിയാം? നമ്മുടെ ശ്വാസത്തിന്റെ സ്പീഡ് നോക്കാം. നമുക്കറിയാം ലങ്സിന്റെ ആൽവിയോളയിലൊക്കെ ഈ കഫം നിറയുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഒരു പരിധി വരെയൊക്കെ നമ്മുടെ ശരീരം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ പറ്റാതാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് നോക്കണം, നമ്മുടെ ശ്വസിക്കുന്ന സ്പീഡ് നോക്കണം. അപ്പം നമ്മളൊരു 12-14 വയസ്സ് കഴിഞ്ഞവർക്കാണെങ്കിൽ ഒരു 30ന്റെ മുകളിൽ നമ്മൾ കൈ വെച്ച് നോക്കുമ്പോൾ അതിന്റെ സ്പീഡ് ഉണ്ടെങ്കിൽ, നമ്മൾ ശ്വാസം എടുക്കുന്ന സ്പീഡ് ഉണ്ടെങ്കിൽ അത് ന്യൂമോണിയയിലോട്ട് പോകുന്ന ലക്ഷണമാകാം. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ കാര്യമായിട്ട് എടുക്കണം. പിന്നെന്ത് നോക്കണം, നമുക്ക് ഓക്സിജൻ സാച്ചുറേഷൻ നോക്കാൻ വേണ്ടി ഒരു മീറ്റർ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നോക്കേണ്ടത്. അത് 94ന്റെ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ വാങ്ങിക്കാൻ പറ്റുന്നതാണ്, ചിലർക്ക് വാങ്ങിച്ചു വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ നമുക്ക് നേഴ്സൊക്കെ വന്ന് വീട്ടിലൊക്കെ വന്ന് നോക്കും. അങ്ങനെയുള്ള പല മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. അപ്പം 94% താഴെയാണെങ്കിൽ നമ്മുടെ ഓക്സിജന്റെ സാച്ചുറേഷൻ കുറവാണ്. പക്ഷെ ആസ്മ COPD ഒക്കെ ഉള്ളവർക്ക് 88% മതി. അതിന്റെ മുകളിലുണ്ടോ അതിന് താഴെ പോയാൽ മാത്രമേ അവർ അപ്പൊ ആസ്മയും COPD ആണെങ്കിൽ 88ന് ശേഷവും സാധാരണ ഒരു വ്യക്തിയിൽ 94% താഴെ വന്നാലും അത് അപകട സൂചനയായിട്ട് കണക്കാക്കണം. മൂന്നാമതായിട്ട് നമ്മളെ ഹൃദയം അടിക്കുന്ന സ്പീഡ്. നമുക്ക് ഈ രണ്ടും പ്രോബ്ലം വന്നാൽ പിന്നെ നമുക്ക് ഹൃദയത്തിലാണ് പ്രോബ്ലം വരാൻ പോകുന്നത്. അപ്പം അത് 125ന്റെ മുകളിൽ ഹാർട്ട് റേറ്റ് ഉണ്ടാവുന്നു, 50ന്റെ താഴെ ഹാർട്ട് റേറ്റ് പോകുന്നു. ഇതെല്ലാം അപകട സൂചനയാണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോകണം. അപ്പൊ അതൊന്നുകൂടെ പറയാം, നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത്.
ശ്വസിക്കുന്ന സ്പീഡ് നോക്കുക. ശ്വസിക്കുന്ന സ്പീഡ് എങ്ങനെ നോക്കാം? നമുക്ക് കിടക്കുക, വയറിൽ കൈവയ്ക്കുക, 1 മിനിറ്റിൽ എത്ര പ്രാവശ്യം വയറ് പൊങ്ങുന്നുണ്ടോ നോക്കുക. ഓക്കെ. അതിനുശേഷം പിന്നെന്താ നോക്കേണ്ടത്? നമ്മൾ ഹാർട്ട് റേറ്റ്, ക്യാമറ തിരിച്ചു എങ്ങനെ റൊട്ടേഷൻ അല്ലെങ്കിൽ തിരിച്ചാൽ ക്യാമറ തിരിച്ചു. ഓക്കെ. രണ്ടാമതായി നമ്മൾ നോക്കേണ്ടത് എന്താണ്? അപ്പൊ രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് ഹാർട്ട് റേറ്റ് ആണ്. ഹാർട്ട് റേറ്റ് നമ്മൾ നോക്കാൻ വേണ്ടി നമ്മൾ തള്ളവിരലിന്റെ ഈ ഭാഗത്തായിട്ട് നമ്മൾ എന്ത് നോക്കും? പൾസ് നോക്കും. പൾസ് നോക്കുന്ന സമയത്ത് 125യുടെ മുകളിൽ പൾസ് ഉണ്ടെങ്കിലോ 50യുടെ താഴെ പൾസ് ഉണ്ടെങ്കിലും അത് ഡേഞ്ചറസ് ആണ്. നമുക്ക് മൂന്നാമതായി നോക്കാൻ പറ്റുന്നതാണ് ഇതൊരു പൾസ് ഓക്സിമീറ്റർ എന്ന് പറഞ്ഞാൽ ഓക്സിമീറ്റർ ആണ്. ഇത് നമുക്ക് ജസ്റ്റ് ഇതൊരു വെച്ച് കഴിഞ്ഞ് വിരളി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ കാണിച്ചു തരാം. കാണിച്ചു തരുമ്പോൾ ഇവിടെ എഴുതി വരും എത്രയാണ് എന്റെ ഓക്സിജൻ സാച്ചുറേഷൻ, അതുപോലെ എന്റെ പൾസ് റേറ്റ് എഴുതി. കാരണം 97 എന്റെ സാച്ചുറേഷൻ. അതുപോലെ എന്റെ ഹാർട്ട് റേറ്റ് ഇപ്പോൾ സംസാരിക്കുന്നതുകൊണ്ടായിരിക്കും ഇപ്പൊ 100 ഉണ്ടല്ലേ, 100 അടുപ്പിച്ചുണ്ട്. ഞാൻ ഇച്ചിരി മുമ്പ് നോക്കിയപ്പോൾ 77 ഇപ്പം ക്യാമറ ഒക്കെ തിരിച്ചുകൊണ്ടായിരിക്കും, കുറച്ച് ടെൻഷൻ ആയിരിക്കണം. ഓക്കെ. അപ്പൊ അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഹാർട്ട് റേറ്റ് കൂടുതൽ, ഇപ്പൊ കുറയുന്നുണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ ഈ 100 ഉണ്ട്. 125യുടെ മുകളിൽ വരികയോ അല്ലെങ്കിൽ 50ന്റെ താഴെ പോവുകയാണെങ്കിലാണ് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇത് നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. ഇതൊരു പൾസ് ഓക്സിമീറ്റർ ആണ്. ഇത് വെച്ച് നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ലങ്സിന് ഓക്സിജന്റെ ലെവൽ താഴോട്ട് പോകുന്നുണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിന്റെ താളം രണ്ടും അറിയാൻ പറ്റും. ഇതിന്റെ അകത്ത് രണ്ടും അറിയാൻ പറ്റും. ഹൃദയത്തിന്റെ താളവും അറിയാൻ പറ്റും, അതുപോലെ ഓക്സിജന്റെ ലെവലും തിരിച്ചറിയാൻ പറ്റും. ഈ ഒരു അപകട സൂചന നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും എവിടെയാണ് ചുമ, എപ്പോഴാണ് ഡേഞ്ചർ, ഏതൊക്കെയാണ് അപകട സൂചന, സിംറ്റംസ് എന്തൊക്കെയാണ്, അതുപോലെ അപകട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമായി ഞങ്ങൾക്ക് തിരിച്ചറിയാം. പിന്നെ ചുമയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റും. സാധാരണഗതിയിൽ നമ്മൾ പ്രൊഡക്റ്റീവ് കഫ് എന്ന് പറയുമ്പോൾ ഒരു 30 ml അല്ലെങ്കിൽ 2 ടീസ്പൂൺ കഫം വരുമ്പോഴാണ് നമ്മൾ പ്രൊഡക്റ്റീവ് കഫ് എന്ന് പറയുന്നത്. അല്ലാത്ത എല്ലാ ചുമയും നമ്മൾ വരണ്ട ചുമയായിട്ടാണ് കാണുന്നത്. ഒരു ദിവസം നമ്മൾ നോക്കുമ്പോൾ 2 ടീസ്പൂണിൽ കൂടുതൽ കഫം വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ പ്രൊഡക്റ്റീവ് കഫ് എന്ന് പറയും. അതിന് കുറവാണ് നമ്മൾ കഫം ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന ഡ്രൈ കഫ് എന്നാണ്. ഏകദേശം ഞാൻ എല്ലാ കാര്യവും കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ 2 ടോക്കും കൂടെ ഒരുമിച്ച് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുമയെ കുറിച്ചുള്ള വ്യക്തമായ എല്ലാ ധാരണ. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? കാരണങ്ങൾ പറഞ്ഞു, പരിഹാരങ്ങൾ പറഞ്ഞു, പിന്നെ എവിടെ നിന്നാണ് ചുമ വരുന്നതെന്ന് പറഞ്ഞു, ചുമയെ എങ്ങനെ ഏത് സ്ഥലത്ത് നിന്നാണെന്നുള്ളത് എങ്ങനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞു, പിന്നെ അതുപോലെ അപകട സൂചനകൾ വ്യക്തമായി പറഞ്ഞു തരും. അപ്പം മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. അപ്പൊ ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അത് ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു ടോക്കാണ്. മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക.